നമ്മുടെ ലൈഫിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് ഐക്യു അല്ലേ. നമ്മൾ പറയാറുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ എന്നൊക്കെ. പക്ഷേ ഇക്യു എന്ന് പറയുന്ന ഒരു ടേം അത്ര നമുക്ക് ഫെമിലിയാരിറ്റി ഇല്ല, നമ്മളങ്ങനെ യൂസ് ചെയ്യാറുമില്ല. അപ്പോൾ എന്താണ് ഈ ഇക്യു? ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്നൊരു സാധനമാണ്. ഐക്യു നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ആവശ്യമാണെങ്കിൽ, ബുദ്ധിപൂർവ്വം വിജയിക്കാനായിട്ട്, മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ ആവശ്യമാണെങ്കിൽ ഇക്യു നമുക്ക് ആവശ്യമായിട്ട് വരുന്ന നമ്മുടെ ബന്ധങ്ങളിലാണ്. അതായത് ഇമോഷണലി നമ്മൾ എത്ര സേഫായിട്ട് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. ഇത് വലിയ വലിയ കമ്പനീസിൻ്റെ ഇൻ്റർവ്യൂവിന് വരെ ഇക്യു എന്ന് പറയുന്ന ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതാണ് നമ്മുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനുമുള്ള ഘടകം. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയും വലിയ വലിയ ടേംസൊക്കെ ആദ്യമേ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതൊരു ഡ്രൈ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് നമുക്ക് എൻ്റർടൈൻമെൻ്റ് അല്ലേ എപ്പോഴും വേണ്ടതല്ലേ. പക്ഷേ ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീലിംഗ് അപൂർവമായി പോകും. കാരണം ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹീലിങ്ങിന് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക നമ്മുടെ ഹീലിങ്ങിൻ്റെ പാർട്ടായിട്ട്. ഇപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്സിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴും ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പൊട്ടിക്കരിയാണ്. കാരണം ഈ ഹീലിംഗ് വർക്ക്ഷോപ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ടും നമ്മുടെ ഇമോഷൻസ് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കത് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് തന്നെ അത് എക്സ്പ്രസ് ചെയ്ത് പുറത്തേക്ക് കളയുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ അസുഖങ്ങളായിട്ട് മാറേണ്ട ഇമോഷൻസിനെയാണ് നമ്മൾ പുറത്ത് കളയുന്നത്. അതുകൊണ്ട് കഴിയുന്നതും അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ കരച്ചിലൊന്നും പിടിച്ചു വെക്കേണ്ടെന്ന് മിക്കപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ കരച്ചിലുകൾ, ഈ കരയുക എന്ന് പറയുന്നത് പോലും എന്തോ ഭയങ്കര ഒരു നാണക്കേടാണ്. നമ്മൾ കരയുക എന്ന് പറയുന്ന നമ്മുടെ എന്തോ ഒരു വീക്ക്നെസ്സാണ്, അല്ലെങ്കിൽ നമ്മളെന്തോ ഒരു കുറവുള്ളത് കൊണ്ടാണ് കരയുന്നത്. ഇങ്ങനെ ഒരു സ്റ്റിഗ്മ നമുക്കുണ്ട്. അപ്പം അത് നമുക്ക് മാറ്റാനുള്ള ടൈമായി അല്ലേ. അപ്പം നമ്മുടെ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് എ വീക്ക്നെസ്, അത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. അറ്റ്ലീസ്റ്റ് വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ്. നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ പ്രോബ്ലമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ഇമോഷനാണ് ദേഷ്യം. ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. അപ്പം ഈ ദേഷ്യം കാരി എന്ന് നമ്മൾ പറയുമ്പം നമ്മളെന്നും നമ്മുടെ കുടുംബത്തിലും പ്രത്യേകിച്ച് നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ട് പോയി വീട്ടിലൊക്കെ നമ്മളൊരു ചർച്ചാ വിഷയമാണ്. അതായത് നമുക്ക് ദേഷ്യം നമ്മൾ കൂടുതൽ എക്സ്പ്രസ് ചിലപ്പോൾ അത് ധാർമ്മിക രോഷമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ബൗണ്ടറി ക്രോസ് ചെയ്യുന്നപ്പോൾ നമുക്ക് തോന്നുന്ന, സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ മറ്റുള്ളവർ എന്തുകൊണ്ട് ദേഷ്യം വരണു എന്നല്ല ചിന്തിക്കുന്നത്. ഇതിന് പകരം അവർക്കെന്തോ ഒരു കുഴപ്പമുണ്ട് എന്നാണ് ചിന്തിക്കുന്നത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും, ദേഷ്യക്കാരായിട്ടുള്ളൊരു പലരും, അവർക്കത് 100% റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എപ്പോഴും സമൂഹവും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ പറയുന്നത് തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ആ കുട്ടിക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ അത് ഹെൽത്തി വേയിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, എന്തുകൊണ്ടത് ദേഷ്യം കാണിക്കണോ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാര്യമുണ്ട്, ഇതൊന്നും ആരും അന്വേഷിക്കാൻ പോകാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇമോഷൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു ദിവസം തന്നെ എത്ര ഇമോഷൻസാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസായ സന്തോഷം, സ്നേഹം, അങ്ങനെയൊക്കെയുള്ള ഇമോഷൻസ് ആണെങ്കിൽ നമ്മളത് വലുതായിട്ട് ബോദർ ചെയ്യില്ല. പക്ഷേ നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്ന ഇമോഷൻസായ നമ്മുടെ ദേഷ്യവും, അല്ലെങ്കിൽ നമുക്ക് പിന്നെ അസൂയ, കുശുമ്പ്, അല്ലെങ്കിൽ സങ്കടം, ഇങ്ങനെയൊക്കെയുള്ള ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാറില്ല. പലപ്പോഴും നമ്മളൊരു ഡിനൈയിങ് മോഡിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻസൊക്കെ എന്തുകൊണ്ട് നമുക്ക് വലുതായാലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? നമ്മളെ കുഞ്ഞു നാളിൽ, നമ്മൾ ചൈൽഡ്ഹുഡിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന, പലപ്പോഴും നമ്മളോട് പറയുന്ന കാര്യമാണ്, നമ്മളൊന്ന് കരയുമ്പോൾ നമ്മൾ കരയരുത്. നമ്മളോട് ആദ്യമേ പറയുന്നതാണ്. അത് നഴ്സറി തൊട്ട് തുടങ്ങും. നമ്മളടുത്ത് കരയരുത്, അല്ലെങ്കിൽ ദേഷ്യം കാണിക്കരുത്. വലുതായി കഴിഞ്ഞാലും പറയുന്നത് ഇങ്ങനെ ദേഷ്യക്കാരി നീ എങ്ങനെ, മിക്കപ്പോഴും പണ്ട് പറയുന്ന ഒരു കാര്യമാണ്, നീ എങ്ങനെ വേറൊരു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ദേഷ്യം കാണിച്ച് നിനക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ സപ്രസ് ചെയ്യാനാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പണ്ടത്തെ കാലത്ത്. അവിടെയാണ് മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ. കാരണം നമ്മളുടെ ഇമോഷൻസ്, നമുക്കൊരു സങ്കടം വരുന്നു, ഒരു കരച്ചിൽ വരുന്നു എന്ന് പറയുന്ന ഒരു നാണക്കേടല്ല. അറ്റ്ലീസ്റ്റ് വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ഔട്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ പോകണം. അപ്പം അതൊന്നും നാണക്കേടല്ല. അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കരയുക എന്ന് പറയുന്ന, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീക്ക് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർ കരയുക എന്ന് പറയുന്നത് എന്തോ ഒരു കൊടിയ അപരാധം കണക്കാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക്ഷോപ്സിലൊക്കെ പുരുഷന്മാർ വന്നു കഴിഞ്ഞാൽ, 2 തുള്ളി കണ്ണീരൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർ കോൺഷ്യസ് ആവുകയാണ്.
ആരെങ്കിലും കാണുമോ എന്നുള്ളൊരു സാധനം. ഒരു തിയേറ്ററിൽ പോയി ഒന്ന് ഇമോഷണൽ ആയി കഴിഞ്ഞാൽ പിന്നെ നാണക്കേടാണ്, ചുറ്റിലും നോക്കും ആരെങ്കിലും കണ്ടോ ഞാൻ കരയുന്നത്. ഇതാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഇത്രയും നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുന്നു? എന്തിനാണ് നമ്മൾ ഇത്രയും നമ്മുടെ ഇമോഷൻസിനെ ഡിനൈ ചെയ്യുന്നത്? നമുക്കൊരു ഭയമുണ്ട് ഉള്ളിൽ, നമുക്കൊരു കാര്യത്തിന് ഭയമാണ്. ഭയം എല്ലാ മനുഷ്യനും തോന്നുന്നതാണ്. പക്ഷെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ഇപ്പം സ്ത്രീയോട് ചോദിക്കുമ്പോൾ സ്ത്രീ അത്രത്തോളം എന്താ പറയുക ട്രിഗർ ആവില്ല. ബട്ട് പുരുഷനോട് നിനക്കത് പേടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു അവിടെ. അപ്പോൾ ഭയത്തിനെ തന്നെ നമുക്ക് ഭയമാണ്, ഭയം എന്ന വാക്കിനെ തന്നെ നമുക്ക് ഭയമാണ്. അപ്പം അത്രയും എന്തിനാണ് നമ്മൾ നമ്മുടെ ഭയങ്ങളെല്ലാം സപ്രസ് ചെയ്യുന്നത്? എല്ലാ മനുഷ്യർക്കും ഭയങ്ങളുണ്ട് അല്ലേ? അപ്പം ആ ഭയത്തിനെ നമ്മൾ സപ്രസ് ചെയ്യുന്നതോടുകൂടി പിന്നെ എൻ്റെ പല കേസിലും ഞാൻ കാണുന്നത് അതാണ്, അത് ഭീകരമായ രീതിയിൽ അത് പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട്, അസുഖങ്ങളായിട്ടും അല്ലെങ്കിൽ പല രീതിയിലും അത് പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട്, ബിഹേവിയറൽ പ്രോബ്ലംസ് ആയിട്ടും ഒക്കെ. ഇമോഷൻസ് എന്ന് പറയുന്നത് തെറ്റല്ല, അല്ലെങ്കിൽ ഇമോഷൻസ് എന്ന് പറയുന്നത് വീക്ക്നെസ് അല്ല. അത് നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനൊരു ഭാഷയുണ്ട്, നമ്മൾ സംസാരിക്കുന്ന ഭാഷയല്ല, അല്ലാണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊരു ഭാഷയുണ്ട്. അതെവിടെയോ ഒരു കുഴപ്പമുണ്ടാവുമ്പോഴാണ് ആ ഭാഷ ഇമോഷൻസിലൂടെ പുറത്തു വരുന്നത്. നിരന്തര സങ്കടം അനുഭവപ്പെടുന്ന ഒരു വ്യക്തി എപ്പോഴും അവരുടെ ഉള്ളിലൊരു വിങ്ങലോ ഒരു സങ്കടമാണ്. അത് വർഷങ്ങളായിട്ട് ആ ഒരു ഇമോഷൻ അവർക്ക് അവരുടെ ബോഡിയിൽ ഫീൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ദർ ഈസ് സംതിങ് നമ്മുടെ ബോഡിയിൽ ആ സങ്കടം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇനിയും ആ ഡിനയൽ മോഡിൽ നിൽക്കുകയും ഇനിയും അതിനെ സപ്രസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ലിവർ പ്രോബ്ലംസ്. നിങ്ങൾ ആ സ്റ്റഡീസൊക്കെ നിങ്ങൾ എന്നോടത്ത് വായിച്ചു നോക്കണം. സ്ത്രീകൾ, കള്ളു കുടിക്കാത്ത സ്ത്രീകൾക്ക് ലിവർ സിറോസിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ പ്രോബ്ലംസ് ഇഷ്യൂസ് ഒക്കെ ഒരുപാട് കൂടുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം ലിവർ എന്ന ഇമോഷനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ദേഷ്യം സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ബോഡിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്യുന്ന ഒരു പാർട്ട് നമ്മുടെ ലിവറാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, എൻ്റെ കണക്ഷൻ ആലോചിച്ച് നോക്കും. ഇതുപോലെ തന്നെ സങ്കടം സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഗട്ടിൽ, നമ്മുടെ വയറിൽ, സ്റ്റൊമക്കിൻ്റെ ഏരിയയിലാണ്, അല്ലെങ്കിൽ കിഡ്നിയിൽ നമ്മുടെ ഭയം സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ ഇമോഷൻസിനൊക്കെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാനുള്ള ഓരോ ഇടങ്ങളുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ ഈ സപ്രസ് ചെയ്യുകയും ഡിനയൽ മോഡിലും നിൽക്കുന്ന ഇമോഷൻസ് എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതിനെല്ലാം ലെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണത്? ജിമ്മിൽ പോയി കിടന്ന് കുറേ ഡമ്പലെടുത്ത് പൊക്കി കഴിഞ്ഞാൽ അതെല്ലാം ലെറ്റ് ഔട്ട് ആവും? ഒരിക്കലുമില്ല. ഇമോഷൻസിന് സേഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് വേണം, എന്നാലേ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഹീലിംഗ് വർക്ക്ഷോപ്സിലൊക്കെ നമ്മൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറയുന്നത്. ഇനി ഹീലിംഗ് വർക്ക്ഷോപ്സിന് പോയത് കൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരിക്കലും ദേഷ്യമുണ്ടാവില്ല, സങ്കടമുണ്ടാവില്ല എന്നല്ല. നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അതാണ്. നമ്മളൊരു ഹീലിംഗ് വർക്ക്ഷോപ്പിന് പോയത് കൊണ്ട് ഇനി നമുക്ക് ദേഷ്യമേ ഉണ്ടാവില്ല, ഇനി നമുക്ക് സങ്കടമേ ഉണ്ടാവില്ല, നമ്മുടെ എല്ലാ പ്രോബ്ലംസും ഒറ്റ ഹീലിംഗ് വർക്ക്ഷോപ്പോടുകൂടി തീർന്നു. അല്ല, നമ്മളുടെ ഇമോഷൻസിനെ നമുക്ക് വളരെ സേഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയായി മാറി നമ്മുടെ വർക്ക്ഷോപ്പ്. അതുകൂടാതെ പതിയെ ആ വർക്ക്ഷോപ്സിൽ നമ്മൾ ഇരുന്ന് ഉണ്ടാക്കുന്ന നമ്മളുടെ ഡീപ്പർ ലെയറിലേക്ക് പോകുന്ന ഹീലിംഗ് കാരണം നമ്മുടെ ബോഡി സേഫായിട്ട് ഫീൽ ചെയ്യും. പിന്നെ കുറച്ചും കൂടി സമാധാനത്തിലായിരിക്കും നമ്മളെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് അവിടെ നടക്കുന്ന ഒരു മാറ്റം. ഇനി അപ്പോൾ ഒരു ഇമോഷൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അടുത്തേക്ക് വരുന്നു എന്ന് വെച്ചാൽ നടന്ന് വരുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇമോഷൻ ഓടി വരികയാണ്, ദേഷ്യവും സങ്കടവും ഭയവും ഒക്കെ. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ചോദിക്കുക, ഈ ഇമോഷൻ എന്നോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അതെന്താണ്? അതെന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അതിൽ നിന്ന് ഓടിപ്പോവാതെ അല്ലെങ്കിൽ അതിനെ കണ്ടില്ല എന്ന് നടിക്കാതെ ഈ ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. അതിനെ സപ്രസ് ചെയ്യുകയോ ഫൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഡിനൈ ചെയ്യുകയോ ചെയ്യാതെ ഇതെന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആ ചോദ്യം നിങ്ങൾ എപ്പോൾ ചോദിച്ചു തുടങ്ങുന്നു അവിടം തൊട്ട് നിങ്ങളുടെ ഹീലിംഗിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫ്രം ഹീലിംഗ് ട്രീ ബൈ ഇന്ദുലേഖ.